പി.കെ. ശശി KTDC ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയുള്ള CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗം ഇന്നാണ്. UDF-നൊപ്പം ചേരാനുള്ള ശശിയുടെ നീക്കങ്ങൾ ചർച്ചയാകും. അതേസമയം പാലക്കാട്ടെ CPIM അസംതൃപ്തരുടെ കൺവെൻഷൻ അടുത്ത മാസം 5-ന് നടക്കും. കൊഴിഞ്ഞാമ്പാറയിൽ CPIM വിട്ട UDF-മായി സഹകരിച്ചു പ്രവർത്തിച്ചവരാണ് കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. കൺവെൻഷനിലേക്ക് പി.കെ. ശശി എത്തിക്കാനും നീക്കങ്ങൾ നടക്കുന്നു. PS രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, പാലക്കാട് കോൺഗ്രസിന്റെ പുതിയ വിസ്മയമാവുമോ പി.കെ. ശശി എന്നുള്ളതാണ് ചോദ്യങ്ങൾ. എന്തായാലും ഈ കൊഴിഞ്ഞാമ്പാറയിലെ കൺവെൻഷനിൽ പി.കെ. ശശി എത്തുമോ എന്നതും വലിയ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. അങ്ങനെ എത്തിയാൽ തന്നെ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ചർച്ചകളാണോ ഇന്നത്തെ CPIM യോഗത്തിൽ ഉണ്ടാവുക? അശ്വതി, കീർത്തന, ഈ പി.കെ. ശശി ഇപ്പോഴും മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള CPIM-ന്റെ നായാടിപ്പാലം ബ്രാഞ്ചിൽ അംഗമാണ്. അദ്ദേഹം ഇപ്പോഴും CPIM-ന്റെ അംഗമായി തുടരുന്നു. സ്വാഭാവികമായിട്ടും KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച കാര്യം ഇന്ന് CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തേക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം LDF-ന്റെ വികസന ജാഥ മണ്ണാർക്കാട് എത്തിയ സമയത്ത് ആ ജാഥയിൽ പി.കെ. ശശി പങ്കെടുത്തിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദനോട് ചില ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പി.കെ. ശശിയുമായി ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പി.കെ. ശശി ബ്രാഞ്ചിലിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രസ്താവനയാണ് പി.കെ. ശശിയെ ചൊടിപ്പിച്ചത്. അതാണ് ഇത്ര വേഗത്തിൽ KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ കാരണമായത് എന്നറിയുന്നു. ഇനി പി.കെ. ശശിയുടെ നീക്കം എന്ത് എന്നുള്ളതാണ് അറിയേണ്ടത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മേഖലയിലും അട്ടപ്പാടി പ്രദേശത്തുമൊക്കെ തന്നെ പി.കെ. ശശിയെ അനുകൂലിക്കുന്നവർ CPIM-നെതിരെ മത്സരിച്ചിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം രാജിവെക്കുകയോ CPIM-ൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്താൽ UDF-ന്റെ സ്ഥാനാർത്ഥിയാകുമോ? സ്വാഭാവികമായിട്ടും ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയിൽ പങ്കെടുക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം CPIM-കാരനാണ്, ഞാൻ CPIM-ലുണ്ട്, ട്രേഡ് യൂണിയനിസം വിട്ടിട്ടില്ല എന്നൊക്കെ ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. CPIM-ന്റെ ജില്ലാ സെക്രട്ടറി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് പി.കെ. ശശി പാർട്ടി വിടില്ല എന്നുള്ളതാണ്. AK ബാലൻ്റെ പ്രതികരണം കുറച്ച് വ്യത്യസ്തമായിരുന്നു. AK ബാലൻ പറഞ്ഞത് പി.കെ. ശശി രാജിവെച്ച് ഞാനെന്ത് ചെയ്യാനാണെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായ പ്രതികരണങ്ങൾ CPIM-ന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. CPIM-ൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പി.കെ. ശശി പറയുന്നു. എന്നാൽ അദ്ദേഹം UDF-ന്റെ സ്ഥാനാർത്ഥിയാകുമെന്നും UDF-നൊപ്പം ചേരുമെന്നുമാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ശരി, എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാലക്കാട് നടക്കുന്ന ഇത്തരം നീക്കങ്ങൾ അത് നിർണായകമാണ്. എന്തായാലും വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ അറിയാം എന്താണ് ഇനി പി.കെ. ശശിയുടെ നീക്കങ്ങൾ എന്നുള്ളത്. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകി.